3 മുഖ്യമന്ത്രിമാരെ ടാർഗറ്റ് ചെയ്തു എന്നുള്ളത് നമ്മൾ പരിശോധിക്കപ്പെടേണ്ടതാണ്. BJP പ്ലാൻ ചെയ്യുന്നു, മുഖ്യമന്ത്രിമാരെ പരാജയപ്പെടുത്തുക എന്നുള്ള ഒരു തന്ത്രം മെനയുന്നു. പാർട്ടിക്കുള്ളിലല്ല പ്രശ്നം, അത് എടുത്ത ചില തീരുമാനങ്ങൾ, ആ തീരുമാനങ്ങളുമായി നമ്മുടെ സഹാക്കൾക്കുള്ള വിയോജിപ്പ്. ആന്റണി ഗവൺമെൻറ് വരുന്ന ഘട്ടത്തിൽ ദയനീയമായ പരാജയം ഇടതുപക്ഷം, പ്രത്യേകിച്ച് CPM നേരിടുന്നത്. 24 സീറ്റ്, ഇപ്പോൾ 26 സീറ്റാണ് നമുക്ക്. എല്ലാ മാധ്യമങ്ങളും ഒറ്റക്കെട്ടായി ഒരു വാർത്തയേറി നമ്മൾ പറയും, ഒരു നുണ പറഞ്ഞ് ആ നുണയെ ആവർത്തിച്ച് പറയുമ്പോൾ സത്യമായി തീരും എന്നുള്ള നിലയിലേക്ക് മാധ്യമങ്ങളുടെ ഒരു അജണ്ട സെറ്റ് ചെയ്ത് വർക്ക് ചെയ്യുമ്പോൾ ഇത്തരം കാര്യങ്ങൾ സ്വാഭാവികമായിട്ടുണ്ടാവും. CPMലെ യുവമുഖം, എതിരാളികൾ പോലും വിജയിക്കുമെന്ന് പ്രതീക്ഷിച്ച വ്യക്തി, തിരുവമ്പാടിയുടെ മുൻ MLA ലിൻഡോ ജോസഫാണ് നമുക്കിപ്പോൾ ഉള്ളത്. ഇത്ര വലിയൊരു തിരിച്ചടി പ്രതീക്ഷിച്ചിരുന്നു? തിരുവമ്പാടിയിൽ അങ്ങനെ ഉണ്ടാകുമെന്ന് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. തിരുവമ്പാടിയിൽ നിന്നല്ല, കേരളത്തിൽ തന്നെ അങ്ങനൊരു ഇതുണ്ടാകുമെന്ന് കരുതിയില്ല. കാരണം കേരളം മുമ്പോട്ട് കുതിച്ച കാലഘട്ടങ്ങളിലൂടെയാണ് ഈ കഴിഞ്ഞ 5 വർഷം കേരളത്തിൽ LDF ഗവൺമെൻറ് നേതൃത്വത്തിൽ പോയത്. അത് വികസന പദ്ധതികളായും ക്ഷേമ പദ്ധതികളായിട്ടും ഒക്കെ നമ്മുടെ കൺമുമ്പിലുണ്ട്. തിരുവമ്പാടി എന്ന മലയോര നാടിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഒരു പീക്ക് ടൈമായിരുന്നു. വികസന പ്രവർത്തനമാണ്, മലയോര ഹൈവേയും തുരങ്കപാതയും ഒക്കെ നടപ്പിലാക്കിയൊരു കാലഘട്ടത്തിലൂടെയാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ വിജയം സുനിശ്ചിതമാകുമെന്ന് തന്നെയാണ് ഞാൻ കരുതിയത്. പക്ഷേ കേരളത്തിലാകെ ഉണ്ടായ ഒരു വലിയ തരംഗത്തിൽ തിരുവമ്പാടിയും പരാജയപ്പെടുന്ന സാഹചര്യമാണ് ഉണ്ടായത്. എങ്കിലും നമുക്ക് തിരുവമ്പാടി മണ്ഡലത്തിൽ കഴിഞ്ഞ വർഷത്തേക്കാളും ഏകദേശം 3000-ഓളം വോട്ടുകളുടെ വർധനവുണ്ടായി. UDFന് വലിയ മെജോറിറ്റി ഉള്ള ഒരു കോൺസ്റ്റിറ്റ്യുവൻസി എന്ന നിലയ്ക്ക് അവർ ആഗ്രഹിച്ച വിജയം അവർക്ക് നേടാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ടാകില്ല, ഈ തരംഗത്തിൽ അവർക്ക് നേടാൻ കഴിഞ്ഞിട്ടുണ്ടാകില്ല എന്ന് തന്നെയാണ് ഞങ്ങൾ കരുതുന്നത്. അപ്പോൾ അതൊരു വിജയമായി ജനങ്ങൾ ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കുന്നൊരു സാഹചര്യം കൂടി ഉണ്ട് എന്ന് തന്നെയാണ് ഞങ്ങൾ വിലയിരുത്തുന്നത്. മലയോര ഹൈവേ, അതുപോലെ വയനാട് തുരങ്കപാത, വികസനമല്ലേ അപ്പോൾ ഈ മണ്ഡലത്തിൽ ചർച്ചയായത്? വികസനം ഈ മണ്ഡലത്തിൽ വേണ്ടത്ര ചർച്ച ചെയ്തിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതാണ് ഞങ്ങൾ ഫോക്കസ് ചെയ്തൊരു ഏരിയയും അത് തന്നെയായിരുന്നു. ഞങ്ങളുടെ വികസനം മാത്രം ചർച്ച ചെയ്യുക എന്നുള്ളതിലായിരുന്നു. പക്ഷേ വേണ്ടത്ര നമ്മുടെ നാട്ടിലെ ജനങ്ങൾ ആ വികസന പ്രവർത്തനങ്ങളെ ആ രൂപത്തിൽ ചർച്ച ചെയ്തിട്ടില്ല എന്ന് തന്നെയാണ് ഞങ്ങൾ കരുതുന്നത്. അങ്ങനെ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ അവരുടെ മുഖം മാറ്റിയ വികസന പ്രവർത്തനങ്ങൾക്കൊപ്പം അവർക്ക് നിൽക്കേണ്ടി വരുമായിരുന്നു. പക്ഷേ എല്ലാവരും അങ്ങനെയാണ് എന്ന് കരുതുന്നില്ല. നാമമാത്രമായ ചില ആളുകൾ മാത്രമാണ്. അതുകൊണ്ടാണല്ലോ ഞാൻ പറഞ്ഞ കഴിഞ്ഞ വർഷത്തെക്കാളും വോട്ട് വർദ്ധിക്കാൻ തിരുവമ്പാടിയിൽ കഴിഞ്ഞിട്ടുണ്ട്. UDFൻ്റെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലെ റിസൾട്ടൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ അവർക്കൊരു ക്ലിയർ ബേസ് തിരുവമ്പാടി മണ്ഡലത്തിലുണ്ട്. ആ ബേസ് വെച്ചുള്ള വിജയം അവർക്ക് നേടാനും കഴിഞ്ഞിട്ടില്ല. അപ്പോൾ എല്ലാവരും അങ്ങനെയാണെന്ന് കരുതുന്നില്ല. എന്നാൽ കുറേ ആളുകൾ അങ്ങനെ കരുതിയിട്ടുണ്ട്, ആ വികസനത്തിലേക്ക് ചർച്ച ചെയ്യാതെ പോയിട്ടുണ്ട്. വികസനം മാത്രമാണ് തിരുവമ്പാടിയിൽ ചർച്ച ചെയ്തതെങ്കിൽ ഒരു കാരണവശാലും തിരുവമ്പാടിയിൽ പരാജയപ്പെടാൻ സാധ്യതയുണ്ടാകുമായിരുന്നു. താങ്കൾക്ക് ലീഡ് ലഭിച്ചത് മുക്കം നഗരസഭയിലും അതുപോലെ തന്നെ തിരുവമ്പാടി UDF ഭരിക്കുന്ന തിരുവമ്പാടി പഞ്ചായത്തിലാണ്. അല്ല, മണ്ഡലത്തിൻ്റെ പൊതുവായ ഒരു സ്ഥിതി അതാണ്. പൊളിറ്റിക്കലി നോക്കിയാൽ 3000-ലധികം വോട്ടുകൾക്ക് മെജോറിറ്റി തിരുവമ്പാടി മണ്ഡലത്തിൽ UDFനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. സ്വാഭാവികമായിട്ടും ആ നിലയിലുള്ള ഒരു കണക്ക് തന്നെയാണ് വന്നത്. എന്നിട്ടും തിരുവമ്പാടി ഞാൻ നേരത്തെ പറഞ്ഞ തുരങ്കപാതയും മലയോര ഹൈവേയും ഒക്കെ കടന്നു പോകുന്നൊരു മേഖല എന്ന നിലയിൽ 2000-ഓളം വോട്ടുകൾക്ക് തിരുവമ്പാടി പഞ്ചായത്തിൽ ലീഡ് ചെയ്യാൻ വേണ്ടി കഴിയും. നമുക്ക് മുനിസിപ്പാലിറ്റിയിൽ 300-ഓളം വരുന്ന വോട്ടുകൾക്കാണ്, നമുക്ക് 300-നും 500-നും ഇടയിലുള്ള വോട്ടുകൾക്കാണ് നമുക്ക് ലീഡ് ചെയ്യാൻ കഴിയും. ബാക്കി പഞ്ചായത്തുകളൊക്കെ പുറകെ പോകുന്നൊരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. അവിടെയെല്ലാം വികസന പ്രവർത്തനങ്ങളുണ്ട്, വികസന പ്രവർത്തനങ്ങൾ എത്താത്ത പ്രശ്നമല്ല. പക്ഷേ എന്താണ് ആ 2 പ്രദേശങ്ങൾ മാത്രമാണ് നമുക്ക് ലീഡ് ചെയ്യാൻ വേണ്ടി കഴിയും. അപ്പോൾ അത് സ്വാഭാവികമായിട്ടുള്ള ഈ ഒഴുക്കിൻ്റെ ഭാഗമായിട്ടുള്ള കയറ്റിറക്കങ്ങളായിട്ട് തന്നെയാണ് കരുതുന്നത്. കഴിഞ്ഞ തവണ നമുക്ക് പക്ഷേ എല്ലാ സ്ഥലത്തും ലീഡ് ചെയ്യാൻ, പുതുപ്പാടിയും കൊടിയത്തൂരും ഒഴികെ ബാക്കി എല്ലാ പഞ്ചായത്തുകളും ലീഡ് ചെയ്യാൻ നമുക്ക് കഴിഞ്ഞു. 2 പഞ്ചായത്തുകൾ മാത്രമാണ് നമ്മൾ പുറകെ പോയത്, ബാക്കി എല്ലായിടത്തും നമ്മൾ ലീഡ് ചെയ്തിരുന്നു. ഈ തവണ നമ്മൾ 2 പഞ്ചായത്തിൽ ലീഡ് ചെയ്തുള്ളൂ, ബാക്കി 5 പുറകെ പോകുന്ന സാഹചര്യങ്ങളുണ്ട്. താങ്കളെ പറ്റി പറയുമ്പം വിവിധ സർവേകൾ ലിൻഡോ ജയിക്കുമെന്നല്ല, ലിൻഡോയുടെ ഭൂരിപക്ഷം എത്രയാണെന്ന് മാത്രം നോക്കിയാൽ മതിയെന്നായിരുന്നു എല്ലാവരും കരുതിയിരുന്നത്. അതിനിടെയാണ് താങ്കൾ ഇങ്ങനെ ഒരു പരാജയം. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഒരു വേവ് വന്നപ്പോൾ ആ വേവിനൊപ്പം തിരുവമ്പാടി സ്വാഭാവികം നിൽക്കുമല്ലോ, എല്ലാ മണ്ഡലങ്ങളും അങ്ങനെ നിൽക്കും. അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു തോൽവിയാണ് സംഭവിച്ചിട്ടുള്ളത്. പക്ഷേ തിരുവമ്പാടിയിൽ അങ്ങനെ ഞാൻ നേരത്തെ കണക്കുകൾ വെച്ച് പറഞ്ഞില്ല. ആ കണക്കുകളുടെ അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ നമുക്ക് അങ്ങനെ പരാജയം സംഭവിച്ചു എന്ന് വിലയിരുത്താനും കഴിയില്ല. ആ വേവ് തിരുവമ്പാടിയിൽ അത്രമാത്രം ഭീകരമായ നിലയിൽ ഉണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് കഴിഞ്ഞ വർഷത്തേക്കാളും നമുക്ക് വോട്ട് വർദ്ധിപ്പിക്കാൻ 70,000-ഓളം 45% വോട്ട് നമുക്ക് ഈ തെരഞ്ഞെടുപ്പിലും തിരുവമ്പാടി മണ്ഡലത്തിൽ LDFനുണ്ട് എന്നുള്ളതാണ്. വിജയിച്ച സ്ഥാനാർത്ഥിക്ക് 49% വോട്ടാണ്. 4% ഡിഫറൻസ് മാത്രമാണ് ഞങ്ങൾ തമ്മിലുള്ളത്. അപ്പോൾ അത് ഈ നാട്ടിലെ ജനങ്ങൾ നമ്മളെ ചേർത്ത് നിർത്തിയതിൻ്റെ കൂടി ഭാഗമായിട്ടാണ്. അത് തീർച്ചയായിട്ടും ഈ നാട്ടിൽ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരമായിട്ട് തന്നെയാണ് ഞങ്ങൾ കാണുന്നത്. CPMന് അല്ലെങ്കിൽ ഇടതുപക്ഷത്തെ സംബന്ധിച്ചൊരു വിമർശനം വരുന്നത് പുതുമുഖങ്ങളെ തിരഞ്ഞെടുപ്പിലേക്ക് സ്ഥാനാർത്ഥികളെ കൊണ്ടുവന്നില്ല എന്നതാണ്. പക്ഷേ നിലവിലുണ്ടായിരുന്ന താങ്കളെപ്പോലെയുള്ള ലിൻഡോ അല്ലെങ്കിൽ ബാലുശ്ശേരിയിൽ സച്ചിൻ ദേവ് യുവമുഖങ്ങൾ പരാജയപ്പെടുകയും ചെയ്തു. അപ്പോൾ എങ്ങനെയാണ് ഇത് രണ്ടും നോക്കിക്കാണുന്നത്?
അല്ല, കഴിഞ്ഞ തവണ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ യുവമുഖങ്ങൾ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. വലിയ രൂപത്തിൽ യുവമുഖങ്ങൾക്ക് വലിയ പ്രാധാന്യം ലഭ്യമാവുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതിന് മുമ്പ് നടന്ന ഉമ്മൻചാണ്ടി ഗവൺമെൻറ്റിൻ്റെ കാലയളവിൽ അവരെന്താണ് ഒരുപാട് യുവമുഖങ്ങളെ കൊണ്ടുവന്ന് ആ യുവമുഖങ്ങളെല്ലാം 2016 പരാജയപ്പെടുന്ന സാഹചര്യം ഉണ്ടായി. കഴിഞ്ഞ തവണ ഒരുപാട് യുവമുഖങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ മത്സരിക്കുന്ന സാഹചര്യമുണ്ട്. പക്ഷേ ഈ തവണ എന്ത് ചെയ്തു, അത് പരാജയപ്പെട്ടു പോകുന്ന സാഹചര്യം. അതൊക്കെ കേരളത്തിലാകെ ഉണ്ടാകുന്ന രാഷ്ട്രീയ കാലാവസ്ഥയുടെ ഭാഗമായിട്ടുണ്ടാകുന്ന ചെറുതും വലുതുമായ മാറ്റങ്ങളായിട്ടാണ് ഞങ്ങൾ വിലയിരുത്തുന്നത്. അതുപോലെ തന്നെ ഒരു യുവനിരയെ വളർത്തിക്കൊണ്ട് വരുന്നതിൽ അവർക്ക് അവസരം കൊടുക്കുന്നതിൽ പാർട്ടിക്ക് ഒരു വീഴ്ച സംഭവിച്ചിട്ടില്ലേ? അങ്ങനെ പറയാൻ വേണ്ടി കഴിയില്ല. അങ്ങനെ എങ്ങനെയാണ് പറയുക? ഒരിക്കലും അങ്ങനെ ഉണ്ട് എന്ന് നമുക്ക് പറയാൻ വേണ്ടി കഴിയില്ല. കാരണം വെച്ചാൽ ഇപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു യുവനിര, ഒരു സെക്കൻഡ് നിര എന്ന നിലയ്ക്ക് നമ്മുടെ പാർട്ടിക്ക് ഗോവിന്ദൻ മാഷ്, അതുപോലെ തന്നെ ഇ.പി. ജയരാജൻ, തോമസ് ഐസക്ക്, അതുപോലെ തന്നെ എളമരം കരീം, അതുപോലെ തന്നെ ശൈലജ ടീച്ചർ എന്ന് പറഞ്ഞ ഒരു നിരയുണ്ട്. അതിന് തൊട്ട് താഴെ വേറെ നിരയില്ലേ, എം സ്വരാജ്, എം പി രാജേഷ്, പി രാജീവ്, കെ എൻ ബാലഗോപാൽ, മുഹമ്മദ് റിയാസ് സെക്കൻഡ് നിരയുണ്ട്. ഇതെല്ലാം വളർത്തിക്കൊണ്ട് വന്നതന്നെയല്ലേ പാർട്ടി. അവർ ഈ കാര്യങ്ങൾ പഠിപ്പിച്ചു. താങ്കളെ പോലെയുള്ള, സച്ചിൻ ദേവിനെ പോലെയുള്ള, അതുണ്ടല്ലോ, പ്രസാദിനെ പോലെയുള്ള, അത് വിരലിലെണ്ണാവുന്ന എണ്ണത്തിലേക്ക് ചുരുങ്ങി പോകുന്നതാണ് നമുക്ക്. അങ്ങനെ പറയാൻ കഴിയില്ലല്ലോ. അതെങ്ങനെ അങ്ങനെ പറയാം? ഇത്തവണത്തെ തന്നെ തെരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ച യുവ MLA ആരൊക്കെയുണ്ട്? ഒരു ടൈം ആയതുകൊണ്ട് പുതിയൊരു നിരയിലേക്ക് ആളുകൾ, ഇപ്പോൾ DYPയുടെ സംസ്ഥാന സെക്രട്ടറി സനോജ് മാത്രമാണ് പുതിയ ഒരു നിരയിൽ നിലയ്ക്ക് മത്സരിച്ചു. കഴിഞ്ഞ തവണ കൊണ്ടുവന്നൊരു വലിയ മാറ്റമില്ലേ? അവരെല്ലാം യുവാക്കളായി തന്നെ നിലനിൽക്കുക. ഇപ്പോൾ ഞാൻ, സച്ചിൻ ദേവ്, VP സുമോദ്, KV സുമേഷ്, M വിജിൻ, KS അരുൺകുമാർ, A രാജ, ഇങ്ങനെ ഒരു നിര, വലിയ നിര യൂത്തായിട്ട് തന്നെ നിലനിൽക്കുന്നില്ല. പക്ഷേ ഈ വലിയ നിരക്ക് എത്രത്തോളം പങ്കാളിത്തം ഈ തിരഞ്ഞെടുപ്പിൽ ഉണ്ടായി എന്നതാണ്. അതൊരു വേവ് വരുമ്പോൾ പരാജയപ്പെട്ടു പോകില്ലേ? ഇവരെ സ്ഥാനാർത്ഥികളായി നിർത്താൻ പോലും, അതായത് ഇത്ര അധികം യുവനിര ഉണ്ടായിട്ടും ഇപ്പോൾ കോൺഗ്രസിൽ 17ഓളം പേരാണ് MLA വിജയിച്ചു വന്നിട്ടുള്ളത്. കഴിഞ്ഞ തവണ കോൺഗ്രസിൽ ഉണ്ടായിരുന്നില്ല. കഴിഞ്ഞ തവണ വിജയിച്ചത് മുതൽ ഇടതുപക്ഷത്തിനാണല്ലോ. ഈ പറഞ്ഞ ഞങ്ങളെല്ലാം വിജയിച്ച് വന്നവരായിരുന്നല്ലോ. ഇനിയൊരു തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ, അതാ ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞത്, 2011-16 UDF ഗവൺമെൻറ്റിൻ്റെ ഭാഗമായി വിജയിച്ചു വന്ന അംഗങ്ങളെല്ലാം തോറ്റുപോകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ ഈ കോൺഗ്രസിൻ്റെ 2011 ആദ്യമായി മത്സരിച്ച് വന്നവർ 2016 തോറ്റു. 2016 വിജയിച്ച് വന്നവർ 2021 വീണ്ടും തോറ്റു. VT ബലറാമിനെ പോലുള്ള ആളുകൾ വീണ്ടും തോറ്റു പോകുന്ന സാഹചര്യം. അപ്പോൾ യൂത്ത് പൂർണ്ണമായിട്ടും പുറത്തേക്ക് പോകുന്നൊരു സാഹചര്യം ഉണ്ടായി. ഈ തവണ അത് ഇടതുപക്ഷത്തിന് സംഭവിച്ചു എന്ന് മാത്രമേ പറയേണ്ടതുള്ളൂ. അങ്ങനെ കാണാൻ വേണ്ടി കഴിയുള്ളൂ. കഴിഞ്ഞ തവണ ഒരു വലിയ യൂത്തിൻ്റെ നിരയാണ് വന്നത്. കഴിഞ്ഞ തവണ വന്ന യൂത്തിൻ്റെ നിരയല്ലേ, ഒരു 60 വയസ്സിന് താഴെയുള്ള ആളുകൾ എത്ര പേരായിരുന്നു? 50 വയസ്സിൽ താഴെ. ഏറ്റവും പ്രായം കുറഞ്ഞ MLA ആരൊക്കെയായിരുന്നു കഴിഞ്ഞ തവണത്തിൽ? ഏറ്റവും പ്രായം കുറഞ്ഞ സച്ചിൻ ദേവ്, അതിന് തൊട്ട് മുകളിലുള്ള ഞാൻ, പിന്നീടുള്ളത് അരുൺകുമാർ, പിന്നെ വിജിൻ. ഇപ്പോൾ യൂത്ത് കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രായം കുറഞ്ഞ നേതാവിൻ്റെ വയസ്സ് 30-31. സച്ചിൻ ദേവ് മത്സരിക്കുമ്പോൾ സച്ചിൻ ദേവിന് 28 വയസ്സായിരുന്നു. ഞാൻ മത്സരിക്കുമ്പോൾ എനിക്ക് 29 വയസ്സായിരുന്നു. 31 വയസ്സായിരുന്നു വിജിന്, 30 വയസ്സായിരുന്നു KS അരുൺകുമാർ. അപ്പോൾ ആ ഒരു നിരയെ കഴിഞ്ഞ തവണ കൊണ്ടുവന്നു. പക്ഷേ തെരഞ്ഞെടുപ്പിൽ അത് സ്വാഭാവികമാണ്. അതാണ് ഞാൻ പറഞ്ഞത്, UDFൻ്റെ അംഗങ്ങളും അവരും ഇതേപോലെ പരാജയപ്പെട്ടു പോകുന്ന സാഹചര്യമുണ്ടായി. പിന്നീട് തിരിച്ചു വരിക എന്നുള്ളതാണ് സ്വാഭാവികമായിട്ട് ചെയ്യും. ഇതൊരു വേവാണ്. ആ വേവിൻ്റെ ഭാഗമായിട്ട് വരുമ്പോൾ അത്ര ആളുകൾ ചിലപ്പോൾ പരാജയപ്പെട്ടു പോകും. പ്രത്യേകിച്ച് യൂത്തൊക്കെ മത്സരിക്കുക, കോമ്പറ്റീറ്റ് ചെയ്യേണ്ടുന്ന മണ്ഡലങ്ങളിലാണ്, വളരെ ടൈറ്റായിട്ട് മത്സരങ്ങൾ വരുന്ന സ്ഥലത്താണ് സാധാരണഗതിയിൽ അത്തരം യൂത്തുകൾ മത്സരിക്കുക. അവർ ചിലപ്പോൾ വിജയിക്കും, ചിലപ്പോൾ പരാജയപ്പെടുന്ന സാഹചര്യം ഉണ്ടാവും എന്ന് തന്നെയാണ് അതിനെ കണ്ടത്. ഉൾപാർട്ടി പ്രശ്നങ്ങൾ അതെല്ലാം പരിഹരിക്കപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? അല്ല, ഉൾപാർട്ടി പ്രശ്നങ്ങളല്ല, അങ്ങനെയൊക്കെ കരുതുന്നില്ല. ഉൾപാർട്ടി പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ പാർട്ടിക്കുള്ളിലെ പ്രശ്നങ്ങൾ. പാർട്ടിക്കുള്ളിലല്ല പ്രശ്നങ്ങൾ. അത് എടുത്ത ചില തീരുമാനങ്ങൾ, ആ തീരുമാനങ്ങളുമായി നമ്മുടെ സഹാക്കൾക്കുള്ള വിയോജിപ്പ്, ആ തീരുമാനങ്ങളുടെ പുനഃപരിശോധന, ഈ തോൽവിയിലുണ്ടായ പരിശോധന, ഇത്തരം കാര്യങ്ങളെല്ലാം ഉണ്ടാവുക എന്നതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. അത് കൃത്യമായി നടപ്പിലാക്കുമെന്ന് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മാഷ് വളരെ വിശദീകരിച്ച് എന്നെ സൂചിപ്പിച്ചു. വളരെ ഗൗരവത്തോടു കൂടി പരിശോധിക്കും. ആ പരിശോധന ആരംഭിച്ചു. സംസ്ഥാന സെക്രട്ടേറിയറ്റ് തന്നെ, ഒരു ദിവസം നീണ്ടു നിൽക്കുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് താഴേക്ക് വളരെ കൃത്യതയോടുകൂടിയുള്ള പരിശോധന വരും ദിവസങ്ങളിൽ നമ്മുടെ സ്റ്റേറ്റ് കമ്മിറ്റിയും ജില്ലാ കമ്മിറ്റിയും തന്നെ ഏരിയ കമ്മിറ്റികളും ബ്രാഞ്ച് കമ്മിറ്റികളും ലോക്കൽ കമ്മിറ്റികളും എല്ലാം ചേർന്ന് വളരെ കൃത്യതയോട് കൂടിയിട്ടുള്ള ഒരു പരിശോധന നടത്തും. എവിടെയാണ് നമുക്ക് പോരായ്മ സംഭവിച്ചത്, എത്രമാത്രം വികസന പ്രവർത്തനങ്ങളും ക്ഷേമ പ്രവർത്തനങ്ങളും നടപ്പിലാക്കിയ ഒരു ഗവൺമെൻറ് ഇങ്ങനെ ഒരു പരാജയം നേരിടാൻ ഒരു കാരണവശാലും ആഗ്രഹിച്ചതായിരുന്നില്ല. മാധ്യമങ്ങൾ പോലും ഏറ്റവും അവസാനം തെരഞ്ഞെടുപ്പിന് ശേഷം നടത്തിയ എക്സിറ്റ് പോൾ ഫലങ്ങളിൽ പോലും ഭരണം UDFന് അനുകൂലമാണെന്ന് പറഞ്ഞു. പക്ഷേ ഒരു 50-55 സീറ്റ്, എല്ലാവരും ഒരു ആവറേജ് ഒരു 55-60 സീറ്റ് വരെ പറയുന്ന നിലയായിരുന്നുണ്ട്. പക്ഷെ അതിനേക്കാളൊക്കെ പുറകോട്ട് പോകുന്ന രൂപത്തിൽ, ആർക്കും റീഡ് ചെയ്യാൻ കഴിയാത്ത രൂപത്തിലേക്ക് ഒരു പരാജയം പോയതിന് കാരണം എന്താണ് എന്നുള്ളത് വളരെ ഗൗരവത്തിൽ പരിശോധിക്കേണ്ടതാണ്. പരിശോധിക്കും, തിരുത്തും. ഈ നാട്ടിലെ ജനങ്ങൾക്കൊപ്പം, സാധാരണക്കാരായ ജനങ്ങൾക്കൊപ്പം ഈ പാർട്ടി എപ്പോഴും കൂടിയുണ്ട്.
മുമ്പൊന്നും ഇല്ലാത്ത രീതിയിൽ പാർട്ടിക്കാരുടെ ഉള്ളിൽ നിന്ന് തന്നെ ഈ പരാജയത്തിൽ അമർഷം വരുന്നുണ്ട്. അപ്പോൾ ഈ പാർട്ടി അണികളെയും അനുഭാവികളെയും പറഞ്ഞിതെല്ലാം ബോധ്യപ്പെടുത്താൻ പാർട്ടി സാധിക്കും. തീർച്ചയായിട്ടും സാധിക്കും. 2001 നിയമസഭാ തെരഞ്ഞെടുപ്പ് നിങ്ങൾക്ക് ഓർമ്മയുണ്ട്. CPM 24 സീറ്റ് മാത്രമാണ് ലഭ്യമായത്. പിന്നീട് നടന്ന തെരഞ്ഞെടുപ്പുകളെല്ലാം 2006 ഗവൺമെൻറ് വന്നു. 2011 നമ്മൾ പരാജയപ്പെടുമ്പോൾ ഒറ്റക്കക്ഷി, ഏറ്റവും വലിയ ഒറ്റക്കക്ഷി CPM ആയിരുന്നു. 2016 നമുക്ക് വീണ്ടും വലിയ ഭൂരിപക്ഷം 91 സീറ്റോടുകൂടി നമുക്ക് അധികാരത്തിൽ വരാൻ കഴിഞ്ഞു. പിന്നീട് 2021 ചരിത്രത്തിലാദ്യമായി നമ്മുടെ ഗവൺമെൻറ് തുടർന്നു വന്നു. അപ്പോൾ നമുക്കുണ്ടായ പരാജയത്തെ കൃത്യമായി പരിശോധിച്ച് തിരുത്തലുകൾ വരുത്തി മുന്നോട്ട് പോയ ഘട്ടത്തിലെല്ലാം അത് കണ്ടെത്താനും തിരുത്താനും കഴിയുന്നൊരു പാർട്ടിയാണ് നമ്മുടെ പാർട്ടി എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. 2001 ഉദാഹരണം അങ്ങനെയാണ്. ആൻ്റണി ഗവൺമെൻറ് വരുന്ന ഘട്ടത്തിൽ ദയനീയമായ പരാജയം ഇടതുപക്ഷം പ്രത്യേകിച്ച് CPM നേരിടുന്നത്. 24 സീറ്റ്, ഇപ്പോൾ 26 സീറ്റാണ് നമുക്ക്. ഇപ്പോൾ കേവലം 24 സീറ്റായിരുന്നു അന്നുണ്ടായിരുന്നു. അപ്പോൾ ആ പരാജയത്തിൽ നിന്ന് നമ്മൾ ഉയർത്തെഴുന്നേറ്റ് വന്നല്ലോ. തുടർന്നുള്ള 4 തെരഞ്ഞെടുപ്പുകളിൽ 3 തെരഞ്ഞെടുപ്പിൽ വിജയിക്കുകയും ഒരു തവണ 2011 ഉമ്മൻചാണ്ടി ഗവൺമെൻറ് അധികാരത്തിൽ വരുമ്പോൾ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി CPM മാറുകയും ചെയ്തു. അപ്പം അങ്ങനെയൊക്കെ വന്നിട്ടുള്ള CPMന് ഇത് മറികടക്കാൻ കഴിയുന്നതാണ്. അത് മറികടന്ന് കൃത്യതയോടുകൂടി പരിശോധിച്ച് തിരുത്തലുകൾ വരുത്തി ഇടതുപക്ഷം മുന്നോട്ട്. പാർട്ടിക്ക് തെറ്റ് പറ്റിയെന്ന് അല്ലെങ്കിൽ വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ടെന്ന് താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ? അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു പോരായ്മ സംഭവിച്ചതുകൊണ്ടാണല്ലോ ഈ പരാജയം ഉണ്ടാകുന്നത്. അതെന്താണ് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. എവിടെയാണ് വീഴ്ച, എവിടെയാണ് നമുക്ക് പിഴവ് സംഭവിച്ചത് എന്ന പരിശോധനയാണ് പാർട്ടിയിൽ നടത്തേണ്ടത്. അത് വളരെ കൃത്യതയോടുകൂടി നടത്തും. അത് ഏത് കാര്യത്തിലാണ് വീഴ്ച സംഭവിച്ചത് എന്ന് പരിശോധിക്കും. ആ പരിശോധന നടത്തുമെന്നാണല്ലോ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി. അത് തുടങ്ങി. പാർട്ടി മെമ്പർമാരായിട്ടുള്ള ആളുകളുടെ മാത്രമല്ല, അനുഭാവി സഹാക്കളെയും അവരുടെ അഭിപ്രായങ്ങൾ കേട്ട് അവരുടെ ഈ പറഞ്ഞ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം പറഞ്ഞ് ബോധ്യപ്പെടുത്തി തിരുത്തി നമ്മുടെ പാർട്ടി പൂർവാധികം ശക്തിയോടുകൂടി തിരിച്ചു വരും. അതുപോലെ തളിപ്പറമ്പിൽ MV ഗോവിന്ദൻ്റെ ഭാര്യ ശ്യാമള മത്സരിക്കുമ്പോൾ അത് പാർട്ടി സെക്രട്ടറിയുടെ ഭാര്യ ശ്യാമളയായും VK ശ്രീകണ്ഠൻ്റെ ഭാര്യ തുളസി മത്സരിക്കുമ്പോൾ ഒരു വീട്ടിൽ ചെന്നാൽ MLAയും MP ഒരുമിച്ച് കാണാം. ഈ 2 രീതിയിലായിരുന്നു കാര്യങ്ങൾ പോയിരുന്നത്. ഈ മാധ്യമങ്ങൾ ഉയർത്തിക്കൊണ്ട് വരുന്ന ഒരു വലിയ പ്രൊപ്പഗണ്ടയാണ് എന്ന് ഞങ്ങൾ പറയാറുണ്ട്. കമ്മ്യൂണിസ്റ്റുകാരന് ഇതൊന്നും സാധ്യമല്ല എന്നുള്ള നിലയിൽ വാർത്തകൾ ഉണ്ടാക്കിക്കൊണ്ട് വരികയും നേരത്തെ നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ തന്നെ VK ശ്രീകണ്ഠൻ കോൺഗ്രസിൻ്റെ നേതാവായതുകൊണ്ട് അവർക്കത് സാധ്യമാവുകയും പാർട്ടി സംസ്ഥാന സെക്രട്ടറിയുടെ ഭാര്യ, അദ്ദേഹം നേരത്തെ MLA ഇപ്പോൾ MLA അല്ല, അപ്പോൾ MLA ആയി മത്സരിക്കുമ്പോൾ അതൊരു തെറ്റായ കാര്യവുമായി മാറുന്നത് മാധ്യമങ്ങൾ ഉണ്ടായിക്കൊണ്ട് വരുന്നൊരു പ്രൊപ്പഗണ്ടയായിട്ടാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ കമ്മ്യൂണിസ്റ്റുകാർക്ക് ഇതൊന്നും ബാധക അല്ല എന്നുള്ള നിലയിൽ ഉയർത്തിക്കൊണ്ട് വരുന്ന ഒരു രീതി പൊതുവെയുണ്ട്. അത് വളരെ ഗൗരവത്തിൽ തന്നെ കാണേണ്ടതും പരിശോധിക്കപ്പെടേണ്ടതുമാണ്. അതുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായിട്ടുള്ള മറ്റഭിപ്രായങ്ങളെ വേറെ തരത്തിൽ കാണണം. അത് അവിടുത്തെ പാർട്ടിയുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളും കാര്യങ്ങളും വേദികളൊക്കെ വരേണ്ടതാണ്. അത് അങ്ങനെ തന്നെ വരട്ടെ. പക്ഷേ പൊതുസമൂഹത്തിന് മുന്നിലേക്ക് ഉയർത്തിക്കൊണ്ട് വരുമ്പോൾ ഇത് എന്തോ വലിയ പാതകം, മറ്റേത് ശരി എന്നുള്ള നിലയിലാണ്. ഇത് വലിയ പാതകമായി വലിയ ചതിയായി പോയി എന്ന് പറയുന്നവർ മറ്റേതെന്താണ് കുടുംബാധിപത്യം എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ പോസിറ്റീവായ വാർത്തയാക്കുന്നു. അത് പോസിറ്റീവാണ്. ഒരു ഭാര്യയും ഭർത്താവും ഒരേ വീട്ടിൽ MP MLA വരുന്നത് പോസിറ്റീവായ വാർത്തയാവുകയും ഇവിടെ ഒരു വീട്ടിൽ നിന്ന് ഒരാൾ മത്സരിച്ചു എന്നതുകൊണ്ട് അത് തെറ്റായ വാർത്തയുമാക്കി വരുന്നത് മാധ്യമങ്ങളുടെ കൃത്യമായ ഇത് ശരിക്കും കേരളത്തിലെ ജനങ്ങൾ വിലയിരുത്തേണ്ടതാണ്. തളിപ്പറമ്പിൽ TK ഗോവിന്ദൻ്റെയും പയ്യന്നൂരിൽ കുഞ്ഞികൃഷ്ണൻ്റെയും വിജയം മുൻകൂട്ടി കാണാൻ, അല്ലെങ്കിൽ അത്ര സാധ്യത അവിടെ മുൻകൂട്ടി കാണാൻ പാർട്ടി കഴിഞ്ഞില്ല. അപ്പോൾ അതില്ലല്ലോ. അതുകൊണ്ട് തന്നെയാണല്ലോ ആ 2 മണ്ഡലങ്ങളും തീർച്ചയായും വിജയിക്കുമെന്ന് തന്നെയാണ് നമ്മൾ കരുതിയിരുന്നത്. പക്ഷെ ഞാനീ പറഞ്ഞതുപോലെ മാധ്യമങ്ങൾ ഉയർത്തിക്കൊണ്ട് വരുന്ന ഈ വലിയ അജണ്ടയിൽ നമ്മുടെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ വീണു പോകുന്ന ഒരു സാഹചര്യമുണ്ട്. എല്ലാ മാധ്യമങ്ങളും ഒറ്റക്കെട്ടായി ഒരു വാർത്തയേറി നമ്മൾ പറയും, ഒരു നുണ പറഞ്ഞ് ആ നുണയെ ആവർത്തിച്ച് പറയുമ്പോൾ സത്യമായി തീരും എന്നുള്ള നിലയിലേക്ക് മാധ്യമങ്ങളുടെ ഒരു അജണ്ട സെറ്റ് ചെയ്ത് വർക്ക് ചെയ്യുമ്പോൾ ഇത്തരം കാര്യങ്ങൾ സ്വാഭാവികമായിട്ടുണ്ടാവും. പക്ഷേ ഈ മാധ്യമങ്ങൾ എത്ര അജണ്ട സൃഷ്ടിച്ചാലും പാർട്ടി വോട്ടുകൾ അവിടെ എന്തായാലും പാർട്ടി വോട്ടുകൾ അപ്പുറത്തേക്ക് പോവാതെ TK ഗോവിന്ദനോ കുഞ്ഞികൃഷ്ണനോ വിജയിക്കേണ്ട യാതൊരു സാധ്യത അവിടെ കാണുന്നില്ല. പാർട്ടി എന്ന് പറഞ്ഞാൽ മനുഷ്യന്മാരാണല്ലോ, സാധാരണ മനുഷ്യന്മാരാണ് പാർട്ടി എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ടും അവർക്ക് ഈ പറഞ്ഞ ഉണ്ടാവുന്ന ഈ വലതുപക്ഷ വ്യതിയാനങ്ങൾ ഉണ്ടാവുന്ന ഈ കേരളത്തിൽ ജീവിക്കുന്ന ഓരോ മനുഷ്യനും ആ വ്യതിയാനങ്ങളുടെ ഭാഗമായി പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഉണ്ടാകും. അതൊന്നും ബാധിക്കാത്ത ഉരുക്ക് മനുഷ്യന്മാരായി നിൽക്കുന്നവരല്ല പാർട്ടിക്കാരെന്ന് പറയുന്നത്. അവർ മനുഷ്യന്മാരാണ്. അവർക്ക് തെറ്റുപറ്റും, കുറ്റങ്ങളുണ്ടാകും, കുറവുകളുണ്ടാകും, പോരായ്മകളുണ്ടാകും. ഇതെല്ലാം പറ്റുന്നവരാണ് പാർട്ടിക്കാർ. അവർ മനുഷ്യന്മാരാണ്, അല്ലാതെ വേറൊരു അന്യഗ്രഹത്തിൽ നിന്ന് ജീവികളൊന്നുമല്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തരം കാര്യങ്ങളിൽ അവർ വീണു പോകുന്ന സാഹചര്യം ഉണ്ടാകും. അതിനെ മറികടക്കുക, അവരെ മറികടക്കാനുള്ള ഒരു നിലപാട് സ്വീകരിക്കാൻ കഴിയുന്ന രൂപത്തിൽ അവരെ വളർത്തുക, ആ ബോധത്തിലേക്ക് അവരെ മാറ്റുക എന്നുള്ളതാണ്. പക്ഷേ വലതുപക്ഷ വ്യതിയാനത്തിന് വലിയ സ്വാധീനമുള്ള കേരളം പോലെയുള്ള ഒരു സ്റ്റേറ്റിൽ
അത്തരം ചർച്ചകൾ വരുമ്പോൾ ഓരോ മനുഷ്യനും വീണു പോകുന്നൊരു സാഹചര്യം സ്വാഭാവികമായിട്ടും ഉണ്ടാകും. അതിൽ നിന്ന് എങ്ങനെയാണ് പിടിച്ചു നിൽക്കാൻ കഴിയുക എന്നതാണ് ഓരോ കമ്മ്യൂണിസ്റ്റുകാരും ചിന്തിക്കുന്നത്. എല്ലാവർക്കും അങ്ങനെ ആവാൻ വേണ്ടി കഴിയും. ഞങ്ങൾ പറയാറുള്ളത് ഓരോരുത്തരും പാർട്ടി പ്രവർത്തനത്തിനിടയിൽ കമ്മ്യൂണിസ്റ്റുകാരനായിക്കൊണ്ടിരിക്കുന്നു, പൂർണ്ണ കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നല്ല, കമ്മ്യൂണിസ്റ്റുകാരനായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത്. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ സ്വാഭാവികമായിട്ടും എന്താണ് ഉണ്ടായി വരുന്നതാണ്. അത് വളരെ ഗൗരവത്തിൽ പരിശോധിക്കുകയും ചർച്ച ചെയ്യപ്പെടുകയും ആവശ്യമായ തിരുത്തലുകൾ വരുത്തുകയും നമ്മുടെ സഹാക്കൾക്ക് പറയാനുള്ളത് കേൾക്കുകയും അവരെ ബോധ്യപ്പെടുത്തുകയും ചെയ്യുക എന്നുള്ളത് തന്നെയാണ് നമ്മൾ സ്വീകരിക്കുന്നത്. സഖാക്കൾക്ക് പറയേണ്ടത് അല്ലെങ്കിൽ അവർക്ക് പറയാനുള്ളത് കേൾക്കാതിരുന്നതിൻ്റെ ഒരു ഫലം കൂടിയല്ലേ ഇത്? അങ്ങനെയില്ലല്ലോ. പറയാനുള്ളത് കേൾക്കുകയും അതിൻ്റെ അത് തിരുത്തലുകൾ വരുത്തുകയും. നമ്മുടെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വിമർശനവും സ്വയവിമർശനവുമുള്ളൊരു പാർട്ടിയാണ് നമ്മുടെ പാർട്ടി. അവർക്ക് പറയാനുള്ളത് വിമർശനത്തോടു കൂടി ഉന്നയിക്കാനും അവർക്ക് പറ്റിയ കാര്യങ്ങളെ സ്വയം വിമർശനമായി ചൂണ്ടിക്കാണിക്കാനും അവസരം നൽകുന്ന പാർട്ടിയാണ് നമ്മുടെ പാർട്ടി. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് എന്താണ് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം വളരെ ഗൗരവത്തിൽ കാണുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ട് നമ്മുടെ പാർട്ടി. പക്ഷെ എവിടെയാണോ പിഴവ് സംഭവിക്കുന്നത്, പിഴവ് സംഭവിക്കുന്ന സ്ഥലത്ത് അത് തിരുത്തുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യേണ്ടത്. അത് വളരെ ഗൗരവത്തോടു കൂടി തന്നെ കണ്ട് അത്തരം തിരുത്തലുകൾ നമ്മുടെ പാർട്ടിയിൽ. ധർമ്മടം പോലെയുള്ള പാർട്ടിയുടെ ഉറച്ച കോട്ടകളിൽ 7 റൗണ്ട് പിന്നിട്ടപ്പോഴാണ് പിണറായിയെ പോലൊരു നേതാവിന് ലീഡ് ലഭിച്ചത്. അതിപ്പോൾ അങ്ങനെ പറയാം. ഇപ്പോൾ എൻ്റെ മണ്ഡലത്തിലെ ആദ്യത്തെ 6 റൗണ്ടിൽ ഞാൻ പുറകിലാണ്. പിന്നെ 7ാമത്തെ റൗണ്ടിൽ, 8ാമത്തെ റൗണ്ടിൽ, 9ാമത്തെ റൗണ്ടിൽ, 10ാമത്തെ റൗണ്ടിൽ, 11ാമത്തെ റൗണ്ടിൽ ഞാൻ മുന്നിലാണ്. ഇതെന്ന് പറഞ്ഞാൽ ആ റൗണ്ടുകളൊക്കെ എനിക്ക് വോട്ട് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അത് ഓരോ മണ്ഡലത്തിലും അങ്ങനെയാണ്. ഇപ്പം UDF മെജോറിറ്റി ഉള്ള ഒരു പഞ്ചായത്തിലാണ് ആദ്യത്തെ റൗണ്ട് എണ്ണുന്നതെങ്കിൽ സ്വാഭാവികമായിട്ട് ഒരു ലീഡ് ചെയ്യില്ലേ. ഞാൻ മനസ്സിലാക്കുന്നത് ധർമ്മടത്ത് കോൺഗ്രസിന് ഭരണമുള്ള പഞ്ചായത്തിലാണ് ആദ്യത്തെ വോട്ടെണ്ണൽ. പക്ഷെ അല്ലായിരുന്നു അത്. അല്ല, ധർമ്മടം, അഞ്ചരക്കണ്ടി ഉൾപ്പെടെ പാർട്ടി ഭരിക്കുന്ന പഞ്ചായത്തുകളിലായിരുന്നു പിണറായി വിജയൻ പിന്നിൽ പോയത്. ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും. ഞാൻ മനസ്സിലാക്കിയ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ചിലപ്പോൾ അങ്ങനെ ഉണ്ടാവും. അങ്ങനെ ആയതുകൊണ്ടാണല്ലോ കേരളത്തിൽ ആകപ്പാടെ പരാജയപ്പെട്ടു പോകുന്ന സാഹചര്യം ഉണ്ടായത്. അപ്പം അതൊക്കെ സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന കാര്യങ്ങളാണ്. അതിനെ അങ്ങനെ വിലയിരുത്തേണ്ടതുള്ളൂ. അല്ലാതെ അതൊരു അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ചോദിക്കും സ്റ്റാലിൻ എന്തുകൊണ്ട് പരാജയപ്പെട്ടു, മമത എന്തുകൊണ്ട് പരാജയപ്പെട്ടു, സ്റ്റാലിൻ്റെ മകൻ എന്തുകൊണ്ട് പരാജയപ്പെട്ടു. കേരളത്തിൽ നമ്മൾ കാണാത്തൊരു വലിയ ഒരു അപകടം ഉണ്ടോ എന്ന് നാം പരിശോധിക്കേണ്ടതൊരു കാര്യമുണ്ട്. സൗത്ത് ഇന്ത്യ എന്ന് പറഞ്ഞാൽ BJPക്ക് ഒരു സ്വാധീനമില്ലാതിരുന്നൊരു പ്രദേശമാണ് സൗത്ത് ഇന്ത്യ. ആ സൗത്ത് ഇന്ത്യയിലേക്ക് BJP വളരെ തന്ത്രപരമായി കടന്നു വന്നിരിക്കുന്നു. അതിൻ്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് നമ്മുടെ തൊട്ടടുത്തുള്ള സ്റ്റേറ്റിൽ തമിഴ്നാട്ടിൽ വലിയ വിജയം ആർക്കുണ്ടാകുന്നത്. സ്റ്റാലിൻ പോലും പരാജയപ്പെട്ടു പോകുന്ന രൂപത്തിലേക്ക് മാറിയത്. 3 മുഖ്യമന്ത്രിമാരെ ടാർഗറ്റ് ചെയ്തെന്നുള്ളത് നമ്മൾ പരിശോധിക്കപ്പെടേണ്ടതാണ്. BJPയുടെ വോട്ടുകൾ എങ്ങോട്ട് മറിഞ്ഞുപോയി. BJP പ്ലാൻ ചെയ്യുന്നു 3 സ്റ്റേറ്റിലെയും മുഖ്യമന്ത്രിമാരെ പരാജയപ്പെടുത്തുക എന്നുള്ള ഒരു തന്ത്രം മെനയുന്നു. BJPയുടെ വോട്ടുകൾ കേന്ദ്രീകരിക്കാൻ തീരുമാനിക്കുന്നു. അതിനാവശ്യമായ പണം ഒഴുക്കുന്നു. ഈ നിലയിലേക്ക് ചിന്തിച്ചത് കൊണ്ടാണോ 3 മുഖ്യമന്ത്രിമാരുടെ കാര്യത്തിൽ ഇങ്ങനെ ഒരു പ്രയാസം ഉണ്ടായതെന്ന് വളരെ ആഴത്തിൽ ഈ രാജ്യത്തെ രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്ന ഓരോ രാഷ്ട്രീയ വിദ്യാർത്ഥികളും പഠിക്കേണ്ടുന്ന കാര്യമാണ്. അപ്പോൾ മമതയെ പരാജയപ്പെടുത്തി അവിടെ വന്നിരിക്കുന്നു, സ്റ്റാലിനെ പരാജയപ്പെടുത്തി വന്നിരിക്കുന്നു. പിന്നെ ഭാവിയിലേക്ക് സ്റ്റാലിൻ കഴിഞ്ഞാൽ വരേണ്ടുന്ന ഉദയനിധി സ്റ്റാലിൻ പരാജയപ്പെട്ടിരിക്കുന്നു. ഇവിടെ കേരളത്തിൽ ഈ പറഞ്ഞ മുഖ്യമന്ത്രിക്കെതിരെ നമ്മുടെ മുഖ്യമന്ത്രി വിജയിച്ചുവെങ്കിലും ഈ പറഞ്ഞതുപോലെ നിങ്ങൾ പറഞ്ഞാൽ കഴിഞ്ഞ അവിടുത്തെ ഭൂരിപക്ഷം ലഭ്യമാവുന്ന സാഹചര്യത്തിലും ഉണ്ടായില്ല. ഇവിടെയൊക്കെ കൃത്യമായി ഏതെങ്കിലും തരത്തിൽ ഡീലുകൾ നടന്നിട്ടുണ്ടോ എന്നുള്ളത് വളരെ ഗൗരവത്തോടു കൂടി ഈ രാജ്യത്തിൻ്റെ രാഷ്ട്രീയ പ്രബുദ്ധത ചർച്ച ചെയ്യുകയും അതിനെക്കുറിച്ച് പരിശോധിക്കുകയും ചെയ്യുന്ന കാര്യമാണ്. അതുപോലെ VD സതീശൻ പ്രതിപക്ഷ നേതാവായിരുന്ന സമയത്ത് പറഞ്ഞത് വയനാട് തുരങ്കപാതയെ എല്ലാം എതിർക്കുമെന്നാണ്. എന്തായിരിക്കും ഇനി വയനാട് തുരങ്കപാതയുടെ ഭാവി? വയനാട് തുരങ്കപാതയെ ഇനി അവർക്ക് തകർത്താൻ കഴിയുമെന്ന് ഞങ്ങൾ കരുതുന്നില്ല. കാരണം വെച്ചാൽ അവർക്ക് ഈ തുരങ്കപാതയെ തടയാൻ കഴിയുന്ന ഒരു കാര്യവും ബാക്കി വെച്ചിട്ടില്ല. കാരണം പദ്ധതിക്ക് ആവശ്യമായ മുഴുവൻ തുകയും കിഫ്ബി പദ്ധതിയിലൂടെ 2148 കോടി രൂപ അനുവദിച്ചു. സെൻട്രൽ ഗവൺമെൻറ്റിൽ നിന്നും സ്റ്റേറ്റ് ഗവൺമെൻറ്റിൽ നിന്നും കിട്ടേണ്ടുന്ന എല്ലാവിധ അനുമതികളും ഇതിനോടകം പൂർത്തീകരിച്ചു. നിർമ്മാണ പ്രവർത്തനങ്ങൾ അതിവേഗതയിൽ മുന്നോട്ട് പോകുന്നു. കഴിഞ്ഞ ഓഗസ്റ്റ് മാസം 31-നാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉദ്ഘാടനം നിർവഹിച്ചത്. അതിവേഗതയിൽ മുന്നോട്ട് പോകും. ഇനി അവർ അവരുടെ ഗവൺമെൻറ്റിൻ്റെ ഒരു നിലപാട് ഈ പദ്ധതി വേണ്ട എന്ന് തീരുമാനിച്ചെങ്കിൽ മാത്രമേ ഈ പദ്ധതി തടസ്സപ്പെടാൻ പോകുന്നു. അല്ലാത്ത ഒരു കാരണത്താലും സാധാരണഗതിയിൽ പദ്ധതിയുടെ വയബിലിറ്റി അല്ലെങ്കിൽ പദ്ധതിയുടെ അനുമതി തുടങ്ങിയ കാര്യങ്ങളിലൊക്കെയാണ് പലപ്പോഴും പ്രശ്നങ്ങളുണ്ടാകുന്നത്. അത്തരം പ്രശ്നങ്ങളൊന്നുമില്ലാതെ പോകുന്ന പദ്ധതിയെ പൊളിറ്റിക്കലായ ഒരു തീരുമാനം, ഈ പദ്ധതി വേണ്ട എന്ന UDFൻ്റെ ഒരു തീരുമാനം ഉണ്ടായെങ്കിൽ മാത്രമാണ് ആ പദ്ധതി നിന്നു പോകാനുള്ള സാധ്യത ഉള്ളൂ. അത് ഒരിക്കലും UDFന് സാധ്യമാവുന്നതല്ല എന്ന് ഞങ്ങൾ കരുതുന്നു. അങ്ങനെ ഏതെങ്കിലും തരത്തിൽ കുറുക്ക് വഴികളിലൂടെ ഈ പദ്ധതിയെ ഇല്ലാതാക്കാനുള്ള ശ്രമം, ഇപ്പോൾ ചില വാട്സപ്പ് സന്ദേശങ്ങളും അല്ലെങ്കിൽ ചില ഗ്രൂപ്പുകളിലൂടെയൊക്കെ വരുന്ന വാർത്ത ഈ പദ്ധതിയെ നിർത്തിവെക്കുക എന്നതായിരിക്കണം ആദ്യത്തെ തീരുമാനം എന്ന നിലയിലൊക്കെയുള്ള ചർച്ചകൾ വരുന്നു. ഇവിടുത്തെ UDF നേതൃത്വം അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നത് ഞങ്ങൾ കരുതുന്നില്ല. അങ്ങനെ നേതൃത്വം അങ്ങനെ ഒരു തീരുമാനം എടുത്താൽ ശക്തമായ പ്രതിഷേധം സ്വാഭാവികമായിട്ട് ഉയർന്നു വരും. ഈ നാടിൻ്റെ ഒരു വികാരമാണ്.
ആ വികാരത്തിൻ്റെ ഭാഗമായിട്ട് ഈ പദ്ധതിയെ വളർത്തിക്കൊണ്ടുവരാൻ ഈ നാട്ടിലെ ജനങ്ങൾ ഒറ്റക്കെട്ടായി നടത്തിയ നിലപാടുണ്ട്. ആ നിലപാട് തള്ളിക്കളയാൻ വേണ്ടി അവർക്ക് കഴിയുന്നില്ല. അങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചാൽ ശക്തമായ പ്രതിഷേധമുണ്ടാകും. അവർക്ക് അങ്ങനെ പദ്ധതിയെ തള്ളിക്കളയാൻ വേണ്ടി കഴിയില്ല. അങ്ങനെ കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ ഈ നാടിൻ്റെ രോക്ഷം, അത് ഈ നാട് ആഗ്രഹിച്ചൊരു വികസന പദ്ധതിയാണ്. അത് നാടിൻ്റെ രോക്ഷം എന്താണെന്നുള്ളത് ഇവരറിയും. അത് തീർച്ചയായിട്ടും അറിയില്ല. ശക്തമായ പ്രതിഷേധം സ്വാഭാവികമായിട്ടുണ്ടാകും. ഈ പദ്ധതിക്ക് തടസ്സം നിൽക്കാൻ ഇന്ന പ്രശ്നങ്ങളുണ്ട് എന്ന് പറയാൻ അവർക്ക് കഴിയണമല്ലോ. എന്നിട്ടല്ലേ അതിനെ ബ്ലോക്ക് ചെയ്യാൻ വേണ്ടി കഴിയും. അതൊന്നുമില്ലാത്ത സ്ഥിതിക്ക് ഈ പദ്ധതിയെ എതിർക്കാൻ അവർക്ക് കഴിയില്ല. അങ്ങനെ ഏതെങ്കിലും കുറുക്ക് വഴികളിലൂടെ ഈ നാടിൻ്റെ വികസനത്തിൻ്റെ മുഖമടയ്ക്കാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ടെങ്കിൽ ശക്തമായ പ്രതിഷേധം നാട്ടിലെ ജനങ്ങളെ അണിനിരത്തി, ഈ നാടിനെ സ്നേഹിക്കുന്ന അണിനിരത്തി മുന്നോട്ട് പോകും.